നമസ്കാരം. കേരള കോൺഗ്രസ് എം UDFന്റെ ഭാഗമായേക്കുമെന്ന സൂചനകൾ ശക്തമാകുമ്പോഴും ഒരിക്കലും CPM വിട്ടു പോകില്ലെന്ന നിലപാടിൽ ഉറച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണിക്ക് CPM വിട്ടു പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും റോഷി അഗസ്റ്റിൻ എന്നും ഇടതിനൊപ്പം തന്നെയായിരിക്കും. മോദി സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സാമൂഹിക മാധ്യമത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കുവച്ച ചിത്രം ഇതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. സർക്കാരിന്റെ തുടർഭരണത്തിനുള്ള ഉറച്ച ആത്മവിശ്വാസം പകരുന്നതായിരുന്നു റോഷി അഗസ്റ്റിൻ പങ്കുവച്ച ചിത്രം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും നേതാക്കളും വേദിയിൽ നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതാണ് ചിത്രം. ഇതിനു തുടരും എന്നാണ് അദ്ദേഹം കുറിച്ചിരുന്നത്. ജോസ് കെ മാണിക്ക് മുന്നണി വിടാൻ സഭയുടെ സമ്മർദ്ദമുണ്ട്. ഇത് വ്യക്തമാണ്. കോൺഗ്രസ് ഇരുകൈയും നീട്ടി ജോസ് കെ മാണിയെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ സൂചനകൾ ഉയർന്നതോടെ തന്നെ തടയിടാൻ അതിവേഗം CPMഉം ഇടപെടുന്നുണ്ട്. തലസ്ഥാനത്ത് KM മാണിക്ക് സ്മാരകത്തിനായി 25 സെന്റ് ഭൂമി അനുവദിക്കാനുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തോടെ അനുനയ നീക്കം പ്രകടമായി. മന്ത്രി VN വാസവൻ കേരള കോൺഗ്രസ് എം നേതാക്കളുമായി സമ്പർക്കത്തിലാണ്. പാർട്ടി LDF വിടില്ലെന്ന ആത്മവിശ്വാസം CPM നേതൃത്വത്തോട് മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. അഭ്യൂഹങ്ങൾക്കിടയിലും കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന് ജോസ് കെ മാണിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന് വ്യക്തമാക്കിയിരുന്നത്. യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലേമിലെ സഹോദരന്മാരെ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കൂ എന്ന് പറഞ്ഞായിരുന്നു ജോസ് കെ മാണി ഇന്നലെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. പാർട്ടിയിൽ ഭിന്നതയല്ല, കേരള കോൺഗ്രസ് എന്തു തീരുമാനിക്കുന്നുവോ അതിനൊപ്പം 5 MLA-മാരുമുണ്ടാകും. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. LDFന്റെ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിന് അദ്ദേഹം വിശദീകരണം നൽകി. പിതാവിന്റെ അടുത്ത സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതിനാൽ രോഗിയെ സന്ദർശിക്കാനാണ് ദുബായിൽ പോയത്. ഇത് മുഖ്യമന്ത്രിയെ അടക്കം ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും താൻ അറിയിച്ചതുമാണ്. കേരള കോൺഗ്രസിലെ 5 MLA-മാരും പരിപാടിയിൽ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ തന്നെ ഉണ്ടാകും. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന നിലപാട് ആവർത്തിച്ചു പറഞ്ഞാണ് ജോസ് കെ മാണി ഇന്നലെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. UDFിലേക്ക് എത്തുമെന്ന് എല്ലാവരും പറയുന്നത് പാർട്ടിക്ക് ശക്തിയുള്ളതുകൊണ്ടാണ്. സോണിയാഗാന്ധിയുമായി മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തിയത് എവിടെ വെച്ചാണെന്ന് പറയണം. ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സോണിയാഗാന്ധി ക്ഷണിച്ചാൽ പോയി കാണുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ തന്നെ നിലനിൽക്കുക എന്നതാണ് പാർട്ടിയുടെ അഭിപ്രായമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇതൊന്നും കോൺഗ്രസ് നേതൃത്വത്തിനടക്കം വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടില്ല. സസ്പെൻസ് നിലനിർത്തിയെങ്കിലും ജോസ് കെ മാണിയുടെ ഇന്നലത്തെ പ്രതികരണങ്ങൾ ശുഭസൂചനയല്ല നൽകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. എന്നാൽ പാർട്ടി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരുമായും ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. തങ്ങൾ LDFനൊപ്പം ഉറച്ചു നിൽക്കുന്നെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുമ്പോഴും മുന്നണി മാറ്റം സംബന്ധിച്ച് പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് സമ്മതിക്കുന്നു. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനാകാത്തതാണ് മാണി വിഭാഗത്തെ കുഴപ്പിക്കുന്ന പ്രധാന പ്രശ്നം. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഉണ്ടാകും ഭരണം എന്ന ജോസിന്റെ വാക്കുകൾ വരും നാളിൽ മുന്നണി മാറ്റം ഉണ്ടായേക്കാമെന്ന ശക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ LDFന്റെ ഭാഗമായി നിന്നില്ലെങ്കിൽ അത് പാർട്ടിയുടെ പിളർപ്പിനു വരെ വഴിവെച്ചേക്കാമെന്ന വിലയിരുത്തലുമുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണി മാറ്റമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു. അതിന് ഇന്ധനം പകരുന്ന നിലയ്ക്കായിരുന്നു ക്രിസ്ത്യൻ മതാധ്യക്ഷന്മാരുടെയും സംഘടനകളുടെയും ഇടപെടൽ. ജില്ലാ കമ്മിറ്റികളിൽ 4 എണ്ണം മുന്നണി മാറ്റത്തെ പിന്തുണക്കുന്ന നിലപാടും സ്വീകരിച്ചു. അതാണ് ജോസ് കെ മാണിയെയും 2 MLA-മാരെയും മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. UDFിലേക്കുള്ള മടക്കം ജോസ് കെ മാണിക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല എങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തെയും മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇടുക്കിയിൽ വിജയമുറപ്പിക്കുന്ന റോഷി അഗസ്റ്റിനും റാന്നിയിൽ വീണ്ടും സാധ്യത പ്രതീക്ഷിക്കുന്ന പ്രമോദ് നാരായണനും മുന്നണി വിടില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ അത് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ടാക്കിയതാണ് ഈ പിന്മാറ്റത്തിന് പിന്നിൽ. ഒരിക്കൽ ചവിട്ടി പുറത്താക്കിയവരെന്ന് പലകുറി ജോസ് പറയുന്ന UDFിലേക്ക് മടങ്ങിപ്പോയാൽ പണ്ടത്തെ പരിഗണന ലഭിക്കില്ലെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് നേതാക്കൾ നിരന്തര പരിഹാസം ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ മുന്നണി മാറിയാൽ LDFിൽ നിന്ന് ലഭിച്ച പരിഗണനയും ലഭിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട്.